പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിലെ 14-ാം മൊഡ്യൂളിൽ അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മൾ സൂറത്തുൽ ബഖറയിലെ 173-ാം വചനത്തിൻ്റെ അവസാന ഭാഗം പഠിക്കുന്നത്. ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഫലാ ഇസ്മ അലൈഹി, അവൻ്റെ പേരിൽ യാതൊരു കുറ്റവുമില്ല, അവന് യാതൊരു ശിക്ഷയുമില്ല എന്നതാണ് ഇത് തേടുന്നത്. ഇതൊരു ജവാബാണ്, ഉത്തരമാണ്. ആർക്കുള്ള ഉത്തരം? ഫമനി തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ എന്ന ഷർത്തിന്, വല്ലവനും ബഗയും ഉദുവാനും ഇല്ലാത്ത നിലയിൽ നിഷിദ്ധത്തിന് നിർബന്ധിതമാവുകയായാൽ, അതാണ് ഷർത്ത്. ഫലാ ഇസ്മ അലൈഹി, അവന് യാതൊരു ഇസ്മും ഇല്ല എന്നുള്ളതാണ്. ഷർത്തിന്റെ ജവാബായത് കാരണത്താൽ ലാ ഇസ്മ അലൈഹി എന്നതിന്റെ മുമ്പിൽ ഫ വന്നു. ജവാബിന്റെ ഫ എന്ന് വ്യാകരണ പ്രകാരം അതിന് പറയപ്പെടും. ലാ ഇസ്മ അലൈഹി എന്നിടത്ത് ഇസ്മി എന്താണ്? ഇവിടെ കുറ്റം, തെറ്റ്, അല്ലെങ്കിൽ കുറ്റവും തെറ്റും അനിവാര്യമാക്കുന്ന ശിക്ഷ, ഉഖൂബത്ത്, അതൊക്കെ അതിൻ്റെ ഉദ്ദേശമായി പറയപ്പെട്ടിട്ടുണ്ട്. അവന് യാതൊരു കുറ്റവുമില്ല, അല്ലെങ്കിൽ കുറ്റം ചെയ്ത ശിക്ഷയുമില്ല എന്ന അർത്ഥത്തിൽ. അൽ ഇസ്ം എന്നാൽ അദ്ദംബ്, കുറ്റം, പാപം. അതുപോലെ അനനുവദനീയമായത് പ്രവർത്തിക്കൽ. അപ്രകാരം അൽ ഇസ്തിഹ്ഖാഖുൽ ഉഖൂബ, ഇസ്ം എന്നാൽ ശിക്ഷയെ അർഹമാക്കുന്നത്. അൽ ഫിഉലുൽ മദ്മൂമു ഫിശ്ശറ, മതത്തിൽ ആക്ഷേപാർഹമായ പ്രവൃത്തി. ഇങ്ങനെ പല നിലക്ക് അതിൻ്റെ ഉദ്ദേശവും വിവരണവും ഒക്കെ വന്നിട്ടുണ്ട്. ഫലാ ഇസ്മ അലൈഹി എന്നുള്ളിടത്ത് ഇസ്ം എന്ന ആ പദത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മിനെ വിശദീകരിച്ച ഹദീസുകൾ കാണാം. അവിടെ അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക്, നിന്റെ നെഞ്ചകത്ത് ആശയക്കുഴപ്പവും അങ്കലാപ്പും ഉണ്ടാക്കുന്നതാണ് ഇസ്ം. വകരിഹ്ത യത്തലി അലൈഹി നാസ്, ജനങ്ങൾ അറിയുന്നത്, നോക്കുന്നത്, നീ വെറുക്കുന്നതുമായ കാര്യമാണ് ഇസ്ം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ ബിർറും ഇസ്മും വിശദീകരിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, ബിർ എന്നാൽ അത് സൽ സ്വഭാവമാണെന്ന് പറഞ്ഞ് പിന്നെ ഇസ്മിനെ വിശദീകരിച്ചു. അതാണ് നമ്മൾ കേട്ടത്. അബൂ സാലബ അൽ ഖുശനി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഖ്ബിർനി ബിമാ യഹില്ലു ലി വയഹ്റുമു അലൈ, എനിക്ക് അനുവദനീയമായതും അനനുവദനീയമായതും എന്നോട് പറഞ്ഞാലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ അൽ ബിർറു മാ സകനത ഇലൈഹി നഫ്സ് വത്മഅന്ന ഇലൈഹിൽ ഖൽബ്, പുണ്യം, ബിർറ്, അത് മനസ്സ് സമാധാനമടഞ്ഞതെന്തോ അതെല്ലാം, ഹൃദയം ശാന്തി കണ്ടെത്തിയതെല്ലാം പുണ്യമാണെന്ന് പറഞ്ഞു. വൽ ഇസ്ം, ഇസ്ം എന്നാൽ മാലം തസ്കുൻ ഇലൈഹി നഫ്സ്, മനസ്സ് സമാധാനമടയാത്തതെല്ലാം, വലം യത്മഇന്ന ഇലൈഹിൽ ഖൽബ്, ഹൃദയം ശാന്തി അടയാത്തതെല്ലാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. ഇതേപോലെ വാബിസ ഇബ്നു മഅബദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അൽ ഇസ്മു മാ ഹാക ഫിൻ നഫ്സ് വതറദ്ദദ ഫിസ് സദ്ർ, മനസ്സിൽ അങ്കലാപ്പും ഹൃദയത്തിൽ ആശയക്കുഴപ്പവും തീർക്കുന്നതൊക്കെയും ഇസ്മാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഈ പ്രയോഗങ്ങൾ ഇതറിയിക്കുന്നത് ഇസ്മെന്നാൽ കുറ്റമാണ്, പാപമാണ്, നീചവൃത്തിയാണ്. കാരണം തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ മനുഷ്യന്മാർക്ക് അത് മറ്റുള്ളവർ കാണുമോ അറിയുമോ എന്ന വിഭ്രാന്തിയെല്ലാം ഉണ്ടാവുക, താൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന പ്രയാസവും വിഷമവും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ആയത്തിൽ ഫലാ ഇസ്മ അലൈഹി, അവന് യാതൊരു തെറ്റും പാപവും ഇല്ല എന്ന അർത്ഥത്തിൽ ഇതിനാലൊക്കെ പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വദറു ബാഹിറൽ ഇസ്മി വബാത്തിന, പാപങ്ങളിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും നിങ്ങൾ വെടിയണമെന്ന്. ഇതേപോലെ ചെയ്തു പോയതിൻ്റെ പേരിൽ പ്രയാസം, അല്ലെങ്കിൽ ചെയ്യാത്തതിൻ്റെ പേരിൽ പ്രയാസം എന്ന അർത്ഥത്തിൽ ജുനാഹ് എന്ന പദം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. വലാ ജുനാഹ അലൈക്കും ഫീമാ അറദ്തും, അതുപോലെ ലാ ജുനാഹ അലൈക്കും ഇദാ ഇൻ തല്ലഖ്തുമുൻ നിസാ, ഇങ്ങനെ തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ. അവിടെ ജുനാഹ് എന്ന് പറഞ്ഞാൽ ഹറജ്, പ്രയാസമില്ല, അതേപോലെ ഇസ്ം, കുറ്റമില്ല എന്നൊക്കെ അർത്ഥത്തിൽ വന്ന പ്രയോഗമാണ് ജുനാഹ്. ഇതേ അർത്ഥത്തിലാണ് ഫലാ ഇസ്മ അലൈഹി എന്ന തഫ്സീറും വന്നിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം ഈ പദം തേടുന്നതും അർത്ഥമാക്കുന്നതുമാണ്. നിർബന്ധ സാഹചര്യത്തിൽ നിഷിദ്ധം തിന്നേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് യാതൊരുവിധ കുറ്റവുമല്ല, അതിൽ കുറ്റത്തിനുള്ള യാതൊരുവിധ ശിക്ഷയും പ്രയാസവും ഒന്നും ഇല്ല എന്നുള്ളതാണ് ആ പ്രയോഗം അറിയിക്കുന്നത്. ലാ ഇസ്മ എന്നിടത്ത് ലാ, അത് അന്നാഫിയ ലിൽ ജിൻസ്,
എന്നാണ്. ലാനെ തുടർന്ന് വരുന്ന നാമം അത് ഏതൊക്കെ വകുപ്പിലുണ്ടോ അതിനെയെല്ലാം നിരാകരിക്കാനും നിഷേധിക്കാനുമാണ് ഈ ലാ എന്നുള്ളത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ലാ ഇസ്മ അലൈഹ് എന്ന പ്രയോഗം ഇതുപോലെ വേറെ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി എന്നും ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഹൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി എന്നും സൂറത്തുൽ ബഖറയിൽ തന്നെ 3 ഇടത്ത് ഇതേ പ്രയോഗം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് അവ പഠിക്കാനിരിക്കുന്നു. ആ സന്ദർഭങ്ങളും ആ പ്രയോഗങ്ങളും ഹദീസുകളിലും ഇതുപോലെ ഈ പ്രയോഗം വന്നിട്ടുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ച ദിനം മിമ്പറിൽ വെച്ച് ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കെ സൂറത്തുൻ നഹ്ലിലെ ഊത്തിന്റെ സുജൂദുള്ള ആയത്തെത്തി. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മിൻ ദാബത്തിൻ എന്ന് തുടങ്ങുന്ന ആയത്ത് അദ്ദേഹം അത് ഓതി മിമ്പറിൽ വെച്ച്, എന്നിട്ട് അദ്ദേഹം മിമ്പറിൽ നിന്ന് ഇറങ്ങി സുജൂദ് ചെയ്തു. ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം സുജൂദ് ചെയ്തു. പിന്നെ അടുത്ത ആഴ്ചയിലും അദ്ദേഹം ഇപ്രകാരം ഈ ആയത്ത് ഓതി. അങ്ങനെ സുജൂദിന്റെ ആയത്തുള്ള വചനമെത്തിയപ്പോൾ ജനങ്ങൾ സുജൂദ് ചെയ്യാൻ ഒരുങ്ങി. പക്ഷെ ഉമർ പറഞ്ഞു, അലാ റിസ്ലിക്കും അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങൾ അവധാനത കാണിക്കൂ. ഇന്ന നമുറു ബിസ്സുജൂദി ഫമൻ സജദ ഫഖദ് അസാബ്. സുജൂദുള്ള ആയത്തുകൾ നാം കടന്നുപോകും. വല്ലവരും സുജൂദ് ചെയ്താൽ അവന് ചെയ്തത് ശരിയാണ്, സാധുവാണ്. വമൻ ലം യസ്ജുദ്, ഇനി വല്ലവരും സുജൂദ് ചെയ്തില്ല എങ്കിൽ ഫലാ ഇസ്മ അലൈഹി, അവന് യാതൊരു കുറ്റവും ശിക്ഷയും ഇല്ല എന്ന അർത്ഥത്തിൽ ഉമർ പറഞ്ഞു എന്നാണ്. അവിടെ ഉമർ സുജൂദ് ചെയ്തില്ല, ആളുകൾ സുജൂദ് ചെയ്യുന്നത് ഉമർ ഇപ്രകാരം തടയുകയും ചെയ്തു എന്നാണ്. ഫലാ ഇസ്മ അലൈഹി എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഇങ്ങനെ പലപ്പോഴായി വന്നിട്ടുണ്ട്. ഒരു കാര്യം ദീനിൽ അനുവദനീയമാണ് എന്നത് അറിയിക്കുന്ന ഒരു പ്രയോഗമാണ് നമ്മൾ ഈ ഓതുന്ന ഫലാ ഇസ്മ അലൈഹി എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഒരു അത്ഭുത ശൈലി കൂടിയാണത്. ഇന്നത് അനുവദനീയമാണ് എന്നറിയിക്കുവാൻ ശൈലിയുടെ വൈവിധ്യങ്ങൾ, ഹറാമാണെന്നറിയിക്കുവാൻ ശൈലിയുടെ വൈവിധ്യങ്ങൾ, കൽപ്പനക്ക് ഇപ്രകാരം വിവിധ ശൈലികൾ, വിരോധങ്ങൾക്ക് ഇപ്രകാരം വിവിധ ശൈലികൾ, അനുവദനീയമാണെന്ന് അറിയിക്കുവാനുള്ള വിവിധ ശൈലികളിൽ ഒന്നാണ് നമ്മളുടെ ഈ പ്രയോഗം. ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അനാം, ഇങ്ങനെ നേരിട്ട് ഹലാലാണ് എന്നറിയിക്കുന്ന പ്രയോഗം വന്നിട്ടുണ്ട്, അനുവദനീയമെന്നറിയിക്കുന്ന പ്രയോഗം. അതേപോലെ കുലു വഷ്റബു, നിങ്ങൾ തിന്നു നിങ്ങൾ കുടിക്കൂ എന്ന് കൽപ്പന വന്നിട്ടുണ്ട്. പക്ഷേ ഈ കൽപ്പന നിർബന്ധത്തിനല്ല, പിന്നെയോ ഇത് അനുവദനീയത്തെയാണ് അറിയിക്കുന്നത് എന്ന് തെളിവോടുകൂടിയാണ് ഇത്തരം കൽപ്പനകൾ വന്നിട്ടുള്ളത്. അനുവദനീയമാണെന്ന് അറിയിക്കുവാനുള്ള മറ്റൊരു ശൈലിയാണത്. ഇതേപോലെ തന്നെ ലൈസ അലൽ അഅ്മ ഹറജുൻ വലാ അലൽ അഅ്റജി ഹറജുൻ എന്ന് തുടങ്ങി ഹറജിനെ നിരാകരിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ. അന്ധനായ മനുഷ്യന് കുഴപ്പമില്ല, മുടന്തന് കുഴപ്പമില്ല, രോഗിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ജിഹാദ് ഒഴിവാക്കുന്നത് അനുവദനീയമാണെന്ന് അറിയിക്കാനുള്ള പ്രയോഗമാണത്. ഇവിടെ ഹറജ് നിരാകരിക്കുന്നു. മറ്റ് ചില സ്ഥലങ്ങളിൽ ജുനാഹിനെ നിരാകരിക്കുന്നു. ലൈസ അലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹും ഫീമാ തഈമു, വിശ്വസിക്കുകയും സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അവർ കഴിച്ചുപോയതിൽ ആഹരിച്ചതിൽ കുറ്റമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ജുനാഹില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് അവർക്ക് അനുവദനീയം എന്ന അർത്ഥത്തിൽ. ഇങ്ങനെ വേറെയും പല ശൈലികളുണ്ട് ഒരു സംഗതി അനുവദനീയം എന്നത് അറിയിക്കാനും ദ്യോതിപ്പിക്കാനും. നമ്മുടെ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ നിദാന വിഷയങ്ങൾ സംസാരിക്കുന്ന പണ്ഡിതന്മാർ ഉണർത്തിയ ഒരു മസലയാണിത്. ഇന്ന കാര്യം അനുവദനീയം എന്നുള്ളത് അറിയിക്കുവാൻ വിവിധ ശൈലികൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്ന വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ അവസാനത്തിൽ എന്തുകൊണ്ടാണ് കുറ്റമില്ലാത്തത്, അല്ലെങ്കിൽ കുറ്റം പാപം തേടുന്ന ശിക്ഷയില്ലാത്തത്, അതിൻ്റെ കാരണം പറയുന്നത് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്നാണ്. അവിടെ ഇന്ന എന്ന് പറഞ്ഞാൽ അത് തൗക്കീദിനും തഅലീലിനുമാണ്. കാരണം എന്ന അർത്ഥം ദ്യോതിപ്പിക്കാനും തീർച്ചയായും എന്ന ആശയത്തെ തരാനും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുൻ റഹീമുമാകുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചപ്പെടുത്തി ബലപ്പെടുത്തി പറഞ്ഞ അള്ളാഹുവിൻ്റെ 2 നാമങ്ങളും ആ നാമങ്ങൾ അറിയിക്കുന്ന വിശേഷണങ്ങളും ഇത് പ്രത്യേകം നമ്മളിവിടെ വായിക്കേണ്ട ഒരു വിഷയമാണ്. ഗഫൂർ അർത്ഥമാക്കുന്നതെന്ത്, റഹീം അർത്ഥമാക്കുന്നതെന്ത്, ഗഫൂറും റഹീമും ചേർന്ന് വരുമ്പോൾ ആ 2 നാമങ്ങൾ ചേർന്നത് തേടുന്നതും അർത്ഥമാക്കുന്നതും എന്ത് എന്ന വിഷയം. വിശുദ്ധ ഖുർആനിൽ 49 തവണ ഗഫൂറുൻ റഹീമുൻ എന്ന് ഈ 2 നാമങ്ങൾ ചേർന്ന് വന്നിട്ടുണ്ട്. അപ്രകാരം ഗഫൂറൻ റഹീമ എന്ന് 15 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അൽ ഗഫൂറുർ റഹീമു എന്ന് 7 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറും റഹീമുമാണെന്നത് ഇത്രയേറെ തവണ ആവർത്തിച്ച്
പ്രയോഗിക്കുമ്പോൾ ഈ രണ്ട് നാമങ്ങളും അവ ചേർത്ത് പറഞ്ഞതിലുള്ള പൊരുളും അറിയലും മനസ്സിലാക്കലും അത്യന്താപേക്ഷിതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഗഫൂർ എന്ന് പറയുമ്പോൾ അത് വ്യാകരണത്തിൽ അസീഗത്തുൽ മുബാലഗ എന്ന് പറയും, അഗാധാർത്ഥ പ്രയോഗമാണ്. എണ്ണത്തിലും വണ്ണത്തിലുമുള്ള അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ, പാപം പൊറുക്കലിനെയാണത് തേടുന്നതും അർത്ഥമാക്കുന്നതും. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി പൊറുക്കും, അതേപോലെ ധാരാളം ആളുകൾക്ക് പൊറുക്കും. അങ്ങനെ അഗാധമായി അർത്ഥമുള്ള പ്രയോഗമാണ് ഗഫൂർ എന്നത്. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വൈപുല്യത്തെക്കുറിച്ച്, യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക് വലാ ഉബാലി. മനുഷ്യ, നീ എന്നോട് ദുആ ചെയ്തില്ല, നീ എന്നെ പ്രതീക്ഷിച്ചില്ല, നിന്നിൽ നിന്നുണ്ടായതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരും, ഞാൻ പ്രശ്നമാക്കുകയില്ല. യബ്ന ആദം, മനുഷ്യ, ലൗ ബലഗത് ദുനൂബക അനാനസ്സമാ സുമ്മ സ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി. മനുഷ്യ, നിന്റെ തെറ്റുകൾ മാനത്തെ കാർമുകിലിനോളം എത്തിയാലും നീ എന്നോട് പൊറുക്കലിനെ തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു തരും, ഞാൻ പ്രശ്നമാക്കുകയില്ല. യബ്ന ആദം, മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅൻ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. മനുഷ്യ, ഭൂമിയോളം തെറ്റുകളുമായി നീ എൻ്റെ അടുക്കൽ വന്നു, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായി നീ എന്നെ കണ്ടുമുട്ടി എങ്കിൽ ആ ഭൂമിയോളം പാപമോചനവുമായി ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലാൻ്റെ മഗ്ഫിറത്തിൻ്റെ വൈപുല്യം, കസ്റത്തു ഗുഫ്രാനിഹി ലിദുനൂബി ഇബാദിഹി, ദാസന്മാരുടെ തെറ്റുകൾക്കുള്ള അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ വർധനവ് കൂടുതൽ എത്രമാത്രമാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നവരുടെ എണ്ണപ്പെരുപ്പം, എത്ര പാപികളാണെങ്കിലും അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു പ്രശ്നമാക്കാതെ പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അള്ളാഹുവിനോട് പറഞ്ഞില്ലേ, ബി ഇസ്സതിക് വജലാലിക് ലാ അബ്റഹു ഉഗ്വി ബനി ആദം മാദാമത്തിൽ അർവാഹു ഫീഹിം. അള്ളാഹിൻ്റെ ഇസ്സത്തും ജലാലും മഹത്വവും പ്രതാപവും പിടിച്ച് ഇബ്ലീസ് സത്യം ചെയ്ത് അള്ളാഹിനോട് പറയാണ്, മനുഷ്യരെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടേ ഇരിക്കും അവരിൽ ആത്മാക്കൾ ഉള്ളിടത്തോളം കാലം എന്നാണ്. അപ്പോൾ അള്ളാഹു എന്താ പ്രതികരിച്ചത്? ഫബി ഇസ്സതി വജലാലി. അള്ളാഹു തൻ്റെ മഹത്വവും പ്രതാപവും പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു, ലാ അബ്റഹു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി. അവരെന്നോട് പൊറുക്കലിനെ തേടുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ മനുഷ്യരിൽ ആത്മാക്കളുള്ളിടത്തോളം കാലം പിശാച് പിഴപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ആളുകളെല്ലാം അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നിടത്തോളം കാലം അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് പറയുമ്പോൾ എത്ര ആളുകളാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെയും അവർ പൊറുക്കലിനെ തേടിയാൽ പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. ഹജ്ജിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹാജിമാർ അറഫയിൽ സമ്മേളിച്ച് അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്ന വിഷയം. ഹാജിമാരോട് എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാ? ഫലൗ കാനത് ദുനൂബുകും അദദ റംലി ഔ കസബദിൽ ബഹ്രി ലഗഫർതുഹ. നിങ്ങളുടെ തെറ്റുകൾ മണൽത്തരികൾക്ക് എണ്ണമൊത്തതാണെങ്കിലും സമുദ്രത്തിലെ പതകൾക്ക് സമാനമാണെങ്കിലും ഞാനത് പുറത്തു തരും എന്നാണ് ഹാജിമാരോട് അള്ളാഹു പറയുക. മണൽത്തരികളുടെ എണ്ണം എത്രയാ? സമുദ്രത്തിലെ നുരകളും പതകളും എത്രയാ? അത്രയാണെങ്കിലും അള്ളാഹു പൊറുക്കുമെന്ന് പറയുകയാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വൈപുല്യം. ഇനി തെറ്റ് ചെയ്യുന്നവരുടെ എണ്ണം അതെത്രയായാലും ഹാജിമാരോട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമെന്നാണ്. അറഫയിൽ നിന്ന് അവർ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ, അഫീദു ഇബാദി മഗ്ഫൂറൻ ലക്കും വലിമൻ ശഫഅതും ലഹു. ഹാജിമാരായ എൻ്റെ ദാസന്മാരെ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അറഫയിൽ നിന്ന് നീങ്ങിക്കോളൂ. നിങ്ങൾക്ക് മാത്രമല്ല, വലിമൻ ഷഫാഅത്തും ലഹു, നിങ്ങൾ ആർക്കൊക്കെ ഷഫാഅത്ത് ചെയ്തോ, പൊറുക്കലിനെ തേടി അവർക്കും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഗഫൂർ എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകുന്ന മഗ്ഫിറത്തിൻ്റെ വിശാലത, ആധിക്യം, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നവരുടെ എണ്ണപ്പെരുപ്പം, ഇതാണ് ഈ അസീഗത്തുൽ മുബാലഗ, അഗാധാർത്ഥ പ്രയോഗം തേടുന്നതും അർത്ഥമാക്കുന്നതും. ഇതേപോലെ ഈ ഗഫൂർ എന്ന നാമം അൽ ഗഫർ എന്ന പദത്തിൽ നിന്നുള്ള സിഫത്ത് മുശബ്ബഹ എന്ന് പറയും വ്യാകരണ പ്രകാരം, നാമവും ആകാം. അപ്പോൾ അർത്ഥം മറക്കുക എന്നുള്ളതാണ്. ഗഫർ എന്ന് പറഞ്ഞാൽ അസിത്രു മാൽ വിഖായ, ചെറുക്കുന്നതോടൊപ്പം മറക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് മിഗ്ഫർ വന്നത്. യുദ്ധത്തിലൊക്കെ ശിരോകവചമായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മിഗ്ഫർ. അതിൻ്റെ ധർമ്മം ആയുധപ്രയോഗങ്ങളെ ചെറുക്കുക, മറക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അടിയാറുകളുടെ തെറ്റുകൾ മറക്കും, അതേപോലെ പൊറുക്കും. ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, വിചാരണയുടെ വേദിയിൽ അള്ളാഹു അടിയാനോട് പറയുമെന്നാണ്, ദാസനോട് പറയുമെന്നാണ്, ഖദ് സതർതുഹ അലൈക ഫിദ്ദുന്യ,
നീ ചെയ്ത തെറ്റുകൾ ദുനിയാവിൽ വെച്ച് ഞാൻ മറച്ചു പിടിച്ചു. വാന അഗ്ഫിറുഹാലക്കല്യവും, ഇന്നേ ദിവസം ഞാനത് നിനക്ക് പുറത്തു തരുന്നു എന്ന്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളുടെ തെറ്റുകൾ മറച്ചു പിടിക്കുന്നവനാണ്, പുറത്തു മാപ്പാക്കുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂർ എന്ന് പറയുമ്പോൾ അത് എത്ര വിപുലമായ വിവിധങ്ങളായ ആശയങ്ങളെയാണ്, അർത്ഥങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ റഹീം എന്നുള്ള നാമവും. റഹീം എന്നുള്ള നാമം നമ്മൾ പഠിച്ചു പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുള്ളവനാണ്, റഹ്മത്ത് കനിയുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് വിശാലവും വിപുലവുമാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. സൂറത്ത് അറാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എൻ്റെ റഹ്മത്ത് എല്ലാത്തിനും വിശാലമാണ്. ഉണ്മയുടെ ലോകത്ത് എന്തെല്ലാമുണ്ടോ അതിനെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ് എന്നുള്ളതാണ്. അപ്രകാരം വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ റഹ്മത്ത് കനിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെക്കുറിച്ച് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന് പറയുമ്പോൾ പാപികൾക്ക് പൊറുത്തും മാപ്പാക്കിയും അതിനപ്പുറം അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും കനിവും കനിഞ്ഞ് അവരെ ആദരിക്കുന്നവൻ എന്നുള്ളതാണ് ഈ ചേർത്തു പറച്ചിൽ അർത്ഥമാക്കുന്നത്. പാപികൾക്ക് അവരെ തൊട്ട് മറക്കുകയും പിന്നെ അവർക്ക് പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്താൽ തന്നെ അവരോടുള്ള വലിയ ആദരവാണ് അത് അറിയിക്കുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനപ്പുറം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കനിഞ്ഞ് അവരെ സ്വർഗാർഹരാക്കുന്നു, അവർക്ക് സ്വർഗീയ അനുഗ്രഹങ്ങൾ അരുളുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത. ദുനിയാവിൽ തന്നെ നമ്മൾ ചിലർ മാപ്പ് നൽകി വിട്ടുവീഴ്ചയേകി എന്നത് വായിക്കുമ്പോൾ ആ മാപ്പ് നൽകിയവൻ, വിട്ടുവീഴ്ച നൽകിയവൻ എത്ര പ്രശംസിക്കപ്പെടും, ആദരിക്കപ്പെടും. എന്നാൽ ആ വിട്ടുവീഴ്ചക്കപ്പുറം തന്നോട് തെറ്റ് ചെയ്തവന് പാരിതോഷികവും സമ്മാനവും നൽകിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ നൽകുന്നവൻ എത്ര മഹനീയനായി ചിത്രീകരിക്കപ്പെടും. ഇമാം മാലിക് ബിൻ ദീനാറിൻ്റെ വീട്ടിൽ കള്ളം കയറിയ ഒരു കഥയുണ്ട്. മാലിക് ബിൻ ദീനാറിനെ മോഷ്ടിക്കാൻ വേണ്ടി ഇരുളിൻ്റെ മറവിൽ രാവിൻ്റെ ഒളിവിൽ കള്ളൻ വീട്ടിൽ വന്നതാണ്. മാലിക് ബിൻ ദീനാർ നിസ്കരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ആരോ വീട്ടിലകത്ത് കയറി മോഷണശ്രമം നടത്തുന്നുണ്ട് എന്ന്. പക്ഷേ അദ്ദേഹത്തിന് ധൈര്യമായിരുന്നു, കാരണം മോഷ്ടിക്കാൻ വീട്ടിലൊന്നുമില്ല എന്നുള്ളതിനാൽ. അദ്ദേഹം നിസ്കാരം തുടർത്തി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ മോഷ്ടാവിനെ വിളിച്ചു. എന്ത് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ശൂന്യഹസ്തമാണ്, ഒന്നുമില്ല. മാലിക് ബിൻ ദീനാർ അദ്ദേഹത്തിന് മാപ്പ് നൽകി. മാത്രമല്ല പിടികൂടിയ കള്ളനെ അദ്ദേഹം ദീൻ പഠിപ്പിച്ചു, വുദൂവും നിസ്കാരവും ഒക്കെ പഠിപ്പിച്ചു. അങ്ങനെ ഫജ്ർ നിസ്കാരത്തിന് ഇമാം മാലിക് ബിൻ ദീനാർ മസ്ജിദിലേക്ക് പോകുമ്പോൾ കൂടെ കള്ളനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. എന്നെ മോഷ്ടിക്കാൻ വേണ്ടി വന്നവനാണ്, ഞാൻ അവനെ മോഷ്ടിച്ചു എന്ന് ഇമാം മാലിക് ബിൻ ദീനാർ പറയുമായിരുന്നു എന്നാണ്. മാപ്പ് നൽകി. ആ മാപ്പിനപ്പുറം തൻ്റെ കാരുണ്യവും കനിവും കനിഞ്ഞ മാലിക് ബിൻ ദീനാർ ഈ വിഷയത്തിൽ എത്ര പ്രശംസനീയനാണ്. ഇതേപോലെ പലരുടെയും ചരിത്രം. അൽ വസീർ ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹി, യഹ്യ ഇബ്നു ഹുബൈറ എന്ന മഹാൻ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. ഒപ്പം അദ്ദേഹം അൽ വസീർ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഒരു മന്ത്രിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധ രചനയാണ് അൽ ഇഫ്സാഹ്. അദ്ദേഹം അത് രചിച്ചു. പിന്നെ അദ്ദേഹം അത് ആളുകളെ പഠിപ്പിച്ചു. ആളുകൾക്ക് അദ്ദേഹം ഇഫ്സാഹ് പഠിപ്പിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് മുന്നിൽ വലിയ ഒരു ശിഷ്യലോകമുണ്ട്. അദ്ദേഹം മന്ത്രി കൂടിയാണ് പഠിപ്പിക്കുന്ന കാലയളവിൽ. അപ്പോൾ ഒരു വ്യക്തിയെ പിടികൂടി കൊണ്ടുവരികയാണ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കേസ് പറയാൻ. പിടികൂടപ്പെട്ട വ്യക്തി കൊല ചെയ്തു. കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ മക്കൾ ഇയാളെ കൊണ്ടുവരികയാണ് ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക്. ഇബ്നു ഹുബൈറ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കൊല ചെയ്തോ എന്ന്. അദ്ദേഹം അതെ എന്ന് സമ്മതിച്ചു. അപ്പോൾ കൊലക്കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് പിന്നെ ഇനി ഇബ്നു ഹുബൈറക്ക് അയാളിൽ സ്വാതന്ത്ര്യമല്ല. കൊല ചെയ്യപ്പെട്ടവൻ്റെ ബന്ധുക്കളാണ് ഇനി കൊലയാളിയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവിനെ കൊന്ന വ്യക്തിയെ ഞങ്ങൾക്ക് പ്രതിക്രിയയിൽ കൊല്ലണം എന്ന്. പക്ഷേ ഇബ്നു ഹുബൈറ അവരോട് പറഞ്ഞു, ഞാൻ 600 ദീനാർ തരാം നിങ്ങൾക്ക്, ഈ വ്യക്തിയെ നിങ്ങൾ എനിക്ക് വിട്ടുതരൂ എന്ന്. ഇബ്നു ഹുബൈറ അത് പറഞ്ഞപ്പോൾ ഈ ആളുകൾ സമ്മതിച്ചു. 600 ദീനാർ വാങ്ങി അവർ കൊലയാളിയെ വിട്ടുകൊടുത്തു. കൊലയാളി ഇബ്നു ഹുബൈറയുടെ അടുക്കൽ നിർഭയനായപ്പോൾ ഇബ്നു ഹുബൈറ അദ്ദേഹത്തിന് 50 ദീനാർ സമ്മാനിക്കുകയാണ്. അപ്പോൾ ഇതിന് സാക്ഷികളാണ് ശിഷ്യന്മാർ. അത് വലിയൊരാൾക്കൂട്ടമാണ്. അവർ ചോദിച്ചു, 600 ദീനാർ നൽകി നിങ്ങൾ അദ്ദേഹത്തെ മോചിപ്പിച്ചു, അത് തന്നെ വലിയ കാര്യം. 600 ദീനാർ വലിയൊരു സംഖ്യയാണ്. പിന്നെ നിങ്ങൾ അദ്ദേഹത്തിന് 50 ദീനാർ കൂടി സമ്മാനിച്ചത് എന്തിന്? ഇതായിരുന്നു ശിഷ്യന്മാരിൽ പലരുടെയും ചോദ്യം. അപ്പോൾ യഹ്യ ഇബ്നു ഹുബൈർ അൽ വസീർ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്കറിയുമോ എൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള വിഷയം? ഇബ്നു ഹുബൈറയുടെ ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അവർ ഇബ്നു ഹുബൈറ പറയുന്നത്, എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായിട്ടുണ്ട്. അത് നഷ്ടമാകാനുള്ള കാരണം ഈ കൊലയാളിയാണ്. ഇയാൾ പണ്ട് കാലങ്ങളിൽ
ഒരു പഴക്കച്ചവടക്കാരനായിരുന്നു. ഇബ്നു ഹുബൈറ ഒരു മസ്ജിദിലിരുന്ന് പഠനം നടത്തവേ ഈ വ്യക്തി പഴം വഹിച്ച കൊട്ട ചുമന്നു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇബ്നു ഹുബൈറ അന്ന് വിസമ്മതം പറഞ്ഞതിനാൽ അയാൾ ഒരു പഴമെടുത്ത് ഇബ്നു ഹുബൈറയെ എറിയുകയുണ്ടായി. ആ ഏറ് കണ്ണിന് തട്ടി കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായതാണ്. അന്ന് ഇബ്നു ഹുബൈറയെ എറിഞ്ഞു മുങ്ങിയ വ്യക്തിയാണ് ഇന്നത്തെ കൊലയാളി. ഇബ്നു ഹുബൈറക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇബ്നു ഹുബൈറ അൽ വസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് കനിഞ്ഞു. 600 ദീനാർ നൽകി അദ്ദേഹത്തെ മോചിപ്പിച്ചു. പിന്നെ 50 ദീനാർ നൽകി അദ്ദേഹത്തെ വീണ്ടും ആദരിച്ചു. ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വിട്ടുവീഴ്ചയും മാപ്പും ഒപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു റഹ്മത്തും ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. പടപ്പുകളുടെ അളവിൽ ഇതൊക്കെ പരിമിതമായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തുമുള്ളവൻ എന്ന് പറയുമ്പോൾ അള്ളാഹു അരുളുന്ന മഗ്ഫിറത്ത് എത്രയാണ്, അതെത്ര വിശാലം വിപുലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മർഹമത്ത് അതെത്ര വിശാലം വിപുലം. പൊറുക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കനിവും കാരുണ്യവും കൂടിയാകുമ്പോൾ അതെത്ര മഹനീയം. തെറ്റ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുൻ റഹീമുൻ എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഫമനി തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി, വല്ലവനും നിർബന്ധിക്കപ്പെടുകയായാൽ ബഗയും ഉദ്വാനുമില്ലാതെ അവന് യാതൊരു കുറ്റവുമില്ല ശിക്ഷയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പൊറുക്കപ്പെടാൻ തെറ്റുകാരനല്ല, കുറ്റവാളിയല്ല, പാപപങ്കിലമായ അവസ്ഥയുമല്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന് അനുബന്ധം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിൻ്റെ മർഹമത്ത് എത്ര മഹനീയം, അത് അവർണ്ണനീയമാണ്, അചിന്തനീയമാണ്, ആലോചിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മഹാവിസ്മയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ മാപ്പേകുന്ന, പൊറുക്കുന്ന, മറക്കുന്ന, കരുണ കനിയുന്ന അള്ളാഹുവിനെ സദാ ഓർത്ത് അവനിൽ പ്രതീക്ഷാനിർഭരരായി ജീവിക്കാൻ അള്ളാഹുവിനെക്കുറിച്ച് ഗഫൂറുൻ റഹീമുൻ എന്ന് 49 തവണ വിശുദ്ധ ഖുർആനിൽ, ഗഫൂറൻ റഹീമൻ എന്ന് 15 തവണ വിശുദ്ധ ഖുർആനിൽ, അൽ ഗഫൂറു അർ റഹീം എന്ന് 7 തവണ വിശുദ്ധ ഖുർആനിൽ. ഇതുപോലെ ഹദീസുകളിലും ധാരാളം ഈ ചേർത്തുപറച്ചിൽ, ഈ നാമങ്ങളുടെ ചേർത്തുപറച്ചിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. വിശിഷ്യ ദുആ വചനങ്ങളിൽ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി, എൻ്റെ നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ ഒരു ദുആ പഠിപ്പിച്ചു തരൂ എന്നാവശ്യപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ, നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത് ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്ന് പഠിപ്പിച്ചു. അള്ളാഹുവെ, ഞാൻ എന്നോട് തന്നെ ധാരാളം തെറ്റുകൾ ചെയ്തു, അന്യായം ചെയ്തു. തെറ്റുകൾ പൊറുക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് നിന്നിൽ നിന്നുള്ള മഗ്ഫിറത്ത് നീ എനിക്ക് കനിയണമേ. ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി, നീ എന്നോട് റഹ്മത്തുള്ളവനാകണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, തീർച്ചയായും നീ തന്നെയാകുന്നു അൽ ഗഫൂറായവൻ, അർ റഹീമായവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു. മിഹ്ജൻ ഇബ്നുൽ അദ്റ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വന്നു. ഒരു വ്യക്തി നിസ്കാരം അവസാനിപ്പിക്കുന്ന സമയമാണ്. തശഹുദിൽ അദ്ദേഹത്തിൻ്റെ ദുആ വചനം അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് ബിഅന്നകൽ വാഹിദുൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിനൊടുവിലെ ദുആ. അല്ലാഹുവെ, ഞാനിതാ നിന്നോട് യാചിക്കുന്നു. അല്ലാഹുവെ, തീർച്ചയായും നീ അൽ വാഹിദുൽ അഹദുസ് സമദ്, ഏകനും സമതായവനുമാകുന്നു. അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ജനിച്ചിട്ടില്ലാത്തവൻ, ആരാലും ജനിക്കപ്പെടാത്തവൻ, അവന് തുല്യമായി യാതൊന്നുമില്ലാത്തവൻ. അള്ളാഹുവെ, എൻ്റെ തെറ്റുകൾ നീ എനിക്ക് പൊറുക്കണമേ എന്ന് ഞാനിതാ നിന്നോട് യാചിക്കുന്നു. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, തീർച്ചയായും നീയാകുന്നു അൽ ഗഫൂറുർ റഹീമുമായവൻ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു, അയാൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു. തീർച്ച 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഇതുപോലെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ നിസ്കാരത്തിൽ ജനാസയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മതിക് വഹബ്ലി ജിവാരിക് ഫഖിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൻ നാർ വഅൻത അഹ്ലുൽ വഫാഇ വൽ ഹംദ് അല്ലാഹുമ്മ ഫഗ്ഫിർ ലഹു വർഹംഹു ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ആ മരണപ്പെട്ട വ്യക്തിയുടെ വിഷയം പറഞ്ഞ്, അല്ലാഹുവേ, നിൻ്റെ ദിമ്മത്തിലേക്ക്, സംരക്ഷണത്തിലേക്ക്, നിൻ്റെ പക്കലേക്ക്
ഇന്നയാളുടെ മകൻ ഇന്നയാൾ മരിച്ച് അണഞ്ഞിരിക്കുന്നു, എത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഖബറിലെ പരീക്ഷണത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അദ്ദേഹത്തിന് കാവലേകണമേ. അള്ളാഹുവെ, നീ വഫാഇൻ്റെയും ഹംദിൻ്റെയും അഹലുകാരനാണ്. അല്ലാഹുമ്മ ഫഗ്ഫിർ ലഹു വർഹംഹു, അദ്ദേഹത്തോട് പൊറുക്കണമേ, കരുണ കാണിക്കണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇങ്ങനെ ദുആവചനങ്ങൾ പലത് കാണാം. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 നാമങ്ങൾ ചേർത്തെണ്ണി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കേണത്, അള്ളാഹുവിനോട് ദുആ നിർവഹിച്ചത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലാൻ്റെ മഗ്ഫിറത്ത്, അള്ളാഹു കനിയുന്ന മർഹമത്ത്, അതിൽ പ്രതീക്ഷയുള്ളവരായി പ്രത്യാശ പുലർത്തി അത് അള്ളാഹുവിൽ നിന്ന് തേടി നേടുവാൻ നമ്മൾ മനസ്സ് വെക്കുവാൻ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുവാൻ നമുക്ക് ബോധനമാണ് ഈ പ്രയോഗം എന്ന് നമ്മൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം എന്ന ഈ ഒരു അവസാന ഭാഗം ഈ ആയത്തിൽ നമ്മൾ ഓതുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പാപം പൊറുക്കുകയും പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല കനിയുകയും ചെയ്യുമ്പോൾ, കരുണ അരുളുകയും ചെയ്യുമ്പോൾ നമ്മൾ എത്രമേൽ അനുഗ്രഹീതരാകും, ധന്യരാകും. ഒരു ചരിത്രം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അനുസ്മരിച്ചത് ഉണർത്തിക്കൊണ്ട് ഈ ഒരു മൊഡ്യൂൾ, അതിലെ അവസാനത്തെ ക്ലാസ് പറഞ്ഞ് നിർത്തുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ മഠത്തിൽ 60 വർഷം ധ്യാന ജീവിതം നയിച്ചു. അബദ റാഹിബുൻ റബ്ബഹു ഫി സൗമഅതിഹി 60 സനതൻ എന്നാണ്. 60 വർഷം ധ്യാനിയായി കഴിഞ്ഞ ഒരു പുരോഹിതൻ. ഫജാഅത് ഇംറഅത്തുൻ ഫനസലത് ഇലാ ജംബിഹി, അങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്ത്രീ വന്ന് ഈ മഠത്തിനരികിൽ അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കക്കാരിയായി താമസിക്കുന്നത്. ആ സ്ത്രീയെ കണ്ടപ്പോൾ ഫനസല ഇലൈഹ വഫവാഖഅഹ 6 ലയാലിൻ എന്നാണ്. അവളിലേക്ക് ആകൃഷ്ടനായി ഇദ്ദേഹം 6 രാത്രി അവളെ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ്. സുമ്മ സുഖിത ഫി യദിഹി ഫഹറബ്, പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ അമളി മനസ്സിലായി, താൻ ചെയ്ത കുറ്റം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവിടം വിട്ട് അദ്ദേഹം ഓടി മറയുകയാണ്. ഫഅത മസ്ജിദൻ ഫഅവാ ഇലൈഹി, ഒരു മസ്ജിദിലേക്ക് ആശ്രിതനായി അവിടെ അദ്ദേഹം കഴിഞ്ഞുകൂടി. ഫമകസ സലാസൻ ലാ യതഅമു ശൈഅൻ, 3 ദിവസം അദ്ദേഹം ആ മസ്ജിദിൽ കഴിഞ്ഞു, ഒന്നുമേ ഭക്ഷിക്കാതെ. അദ്ദേഹത്തിന് വലിയ ദുഃഖവും വിഷമവും തൻ്റെ 60 വർഷത്തെ 6 രാവുകൾ കവർന്നതിൻ്റെ വേദനയുമായിരുന്നു എന്നാണ്. പശ്ചാത്താപവും മനസ്താപവും അദ്ദേഹത്തെ നന്നായി ആ 3 നാളുകൾ വേട്ടയാടി. അദ്ദേഹത്തിലേക്ക് ഒരു റൊട്ടി കഷ്ണം എത്തുകയാണ്. ഫഉതിയ ബി റഗീഫിൻ, 3 ദിവസം ഭക്ഷണമൊന്നും കഴിക്കാത്ത അദ്ദേഹത്തിന് ഒരു റൊട്ടി നൽകപ്പെട്ടു എന്നാണ്. ആ റൊട്ടി കയ്യിൽ കിട്ടിയപ്പോൾ ഫകസറ നിസ്ഫഹു ഫഅതാഹു റജുലൻ അൻ യമീനിഹി വഅതൽ ആഖറ റജുലൻ അൻ യസാരിഹി എന്നാണ്. ആ റൊട്ടി പകുത്ത് അതിൻ്റെ പകുതി വലതു ഭാഗത്തുള്ള ഒരാൾക്ക് ദാനം ചെയ്തു, മറ്റേ പകുതി ഇടതു ഭാഗത്തുള്ള മറ്റൊരാൾക്കും ദാനം ചെയ്തു. അതിനപ്പുറം സുമ്മ ബുഇസ ഇലൈഹി മലക്കും ഫഖബദ റൂഹഹു എന്നാണ്. അദ്ദേഹത്തിലേക്ക് മലക്കുൽ മൗത്ത് മാനമിറങ്ങി അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പിടികൂടി. അദ്ദേഹം മരണം വരിച്ചു. പരലോക കോടതിയിൽ ഫവുദിഅ അമലു 60 സനതൻ ഫീ കിഫത്തിൻ വവുദിഅത്തി സയ്യിഅതു ഫീ ഉഖ്റ എന്നാണ്. 60 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ധ്യാന ജീവിതം തുലാസിൻ്റെ ഒരു തട്ടിലും അദ്ദേഹം 6 രാവുകളിൽ ചെയ്ത തെറ്റുകൾ തുലാസിൻ്റെ മറു തട്ടിലും വെച്ചപ്പോൾ ഫറജഹത്ത്, ആ 6 രാവുകളിലെ തെറ്റുകൾ അതാണ് കനം തൂങ്ങിയത്. സുമ്മജി ബിർ റഗീഫി, പിന്നീട് അദ്ദേഹം ചെയ്ത ആ റൊട്ടി, പകുത്ത് നൽകിയ ആ റൊട്ടി ദാനം, അത് കൊണ്ടുവരപ്പെട്ടു. ഫറജഹ ബിസ്സയ്യിഅ എന്നാണ്. ആ റൊട്ടി അദ്ദേഹത്തിൻ്റെ നന്മയുടെ തുലാസിൽ 60 വർഷത്തെ ധ്യാന ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ തെറ്റുകളേക്കാൾ അദ്ദേഹത്തിൻ്റെ ആ ദാനം അത് കൂടുതൽ ഭാരം തൂങ്ങുകയും അദ്ദേഹം രക്ഷപ്പെടുകയുമായി എന്നുള്ളതാണ്. ഞാനിത് ഉദ്ധരിച്ചത് ഇതൊക്കെ മേലായവൻ്റെ ഔദാര്യവും കനിവുമാണ്. ഈ മനുഷ്യന് പൊറുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം രക്ഷപ്പെടുമാറ് അദ്ദേഹത്തിൻ്റെ നന്മ അതൊരു ചെറിയ ഒരു റൊട്ടിയാണെങ്കിലും അത് സ്വീകരിക്കപ്പെടുകയും അത് തുലാസിൽ വെച്ചപ്പോൾ അത് പുണ്യമായി നന്മയായി കനം തൂങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. ഇതറിയിക്കുന്നത് റബ്ബ് നൽകുന്ന മഗ്ഫിറത്തിനെയും ആ മഗ്ഫിറത്തിന് അപ്പുറം റബ്ബിൻ്റെ മർഹമത്തിനെയും കാരുണ്യത്തെയുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മേലായവനാണ് നമ്മുടെ റബ്ബെങ്കിൽ ആ റബ്ബിൽ സദാ പ്രതീക്ഷ പുലർത്തുക. അവനിലൊരിക്കലും നൈരാശ്യമോ ഇച്ഛാഭംഗമോ ഒരാൾക്കും ഒരിക്കലും വേണ്ടതില്ല എന്നുള്ളതാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നതായ പാഠം. നമ്മുടെ 14ാം മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. അതിലെ 30ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പറഞ്ഞ് നിർത്തുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഏവരോടും എന്നോടെന്ന പോലെ ഉണർത്തുവാനുള്ളത് വിശുദ്ധ ഖുർആൻ പഠനത്തിൽ നമ്മൾ കൂടുതൽ തൽപരരാവുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ, അതടങ്ങിയ വിധികൾ, വിലക്കുകൾ, അതിലെ തേട്ടങ്ങൾ,
അതിലെ പൊരുളുകൾ, ആശയങ്ങൾ, അർത്ഥതലങ്ങൾ അത് വിശാലമായിട്ടുള്ള വിഷയമാണ്. നമ്മൾ അന്വേഷിക്കും തോറും അറിവുകൾ നമ്മളെ തേടിയെത്തുന്ന ഒരു അനുഗ്രഹീത വിഷയം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ഗ്രഹിക്കാൻ നമ്മൾ കഴിയുന്നത്ര പരിശ്രമിക്കുക എന്നാണ് പറയുവാനുള്ളത്. ഒപ്പം ഈ ഒരു വേദി ഇவ்விധം ഒരുക്കുന്നതിൽ, അന്നൂർ പ്രോഗ്രാം സജ്ജീകരിക്കുന്നതിൽ, ആളുകൾക്ക് സമർപ്പിക്കുന്നതിൽ, വിശിഷ്യ പീസ് റേഡിയോ എന്ന അനുഗ്രഹീത ഓൺലൈൻ റേഡിയോ സംവിധാനത്തിലൂടെ ഇത് സംപ്രേഷണം ചെയ്യുന്നതിൽ പരിശ്രമിക്കുന്ന, പണിയെടുക്കുന്ന, സഹായികളാകുന്ന പലരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാമുള്ള പ്രതിഫലം മഹത്തരമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യുക. മലായവൻ അവർക്കെല്ലാം പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കലാമിന്, വിശുദ്ധ ഖുർആനിന് സേവകരായിട്ടുള്ള ശ്രമങ്ങളാണ്. ഇതൊരു പുണ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്ത് ഖബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അടുപ്പക്കാരും ബന്ധുക്കളുമായി, അഹ്ലുൽ ഖുർആൻ്റെ വാക്താക്കളായി പരലോകത്ത് നാഥൻ്റെ സമക്ഷത്തിലേക്ക് അണയാൻ അള്ളാഹു എല്ലാവരെയും തുണക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് 15-ാം മൊഡ്യൂളിൽ സൂറത്തുൽ ബഖറയിലെ 114-ാം ആയത്ത് മുതൽ പുതിയ വിഷയങ്ങൾ തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.